നമസ്കാരം. അങ്ങനത്തെ നമ്മുടെ വിഷുത്തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കണി ഒരുക്കിയതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ രാവിലെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കണി എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കണി ഒരുക്കി രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ കണിയൊക്കെ കണ്ട് അടുത്ത പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ കണി കാണുന്നതാണ് ഈ കാണുന്നത്. ഭാര്യയും കൊച്ചൊക്കെ സമയം 5 മണിയായപ്പോൾ എല്ലാവരും വിളിച്ച് എണിപ്പിച്ചത് കണി കണ്ടിട്ടാ. പിന്നെ വെളുപ്പിന് ഞങ്ങൾ 5 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് പടക്കം പൊട്ടിച്ചു. കണി കണ്ട് കഴിയുമ്പോൾ ഒരു ചടങ്ങുണ്ടല്ലോ, മാലപ്പടക്കം പൊട്ടിക്കലും അതരി ഓലപ്പടക്കം പൊട്ടിക്കലും. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ വീണ്ടും കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. 5 മണി 5 ഇട്ട് 5:30 വീട്ടിൽ കണ്ട് കിടന്നു. പിന്നെ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കണം. അപ്പോൾ നിങ്ങളൊക്കെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഞാൻ പോയി വീണ്ടും കിടന്ന് ഉറങ്ങി. അങ്ങനെ രാവിലത്തെ സദ്യയും മറ്റേ കാലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പരിപാടി, ഞങ്ങളുടെ വൈകുന്നേരത്തെ ചടങ്ങ്. അങ്ങനെ രാവിലത്തെ ക്ഷീണവും സദ്യ ഉണ്ടതിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച് ഇനി കണി നമ്മൾ എടുത്ത് മാറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ചടങ്ങുണ്ട്, കണിവെള്ളരി ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം ഇത് കെട്ടി തൂക്കും. അപ്പോൾ പുറത്ത് നമ്മുടെ വീടിൻ്റെ പുറത്ത് സിറ്റ് ഔട്ടിലായിട്ട് നമ്മൾ ഇതുപോലെ കെട്ടി തൂക്കും. അപ്പോൾ പല പല സ്ഥലങ്ങളിലുണ്ട്, എല്ലാവരും ഇല്ലയെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഇതാ കിടക്കുന്നത് കഴിഞ്ഞ കൊല്ലം ഞാൻ കെട്ടിയിട്ട് നമ്മുടെ കണിക്കൊന്നയാണ്, പ്ലാസ്റ്റിക് കണിക്കൊന്ന. അത് ഇപ്പോഴവിടെ തന്നെ കിടക്കുന്നുണ്ട്. കളറൊക്കെ മങ്ങിയെങ്കിലും സംഭവം ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ കണിക്കൊന്നല്ല, സോറി, കണി വെച്ച കണിവെള്ളരി നമ്മളിത് പുറത്ത് കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇതിനി 3 ദിവസം കൂടെ കിടക്കും. നാളെ നമ്മൾ എടുത്തത് വെട്ടി കറി വയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ ചടങ്ങ്. അങ്ങനെ നമ്മുടെ കണിവെള്ളരി ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. അടുത്ത പരിപാടി ഇനി കണി മാറ്റലാണ്. ഇപ്പോൾ വിളക്ക് വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് കണി മാറ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സും കറിലൊക്കെ എടുത്ത് മാറ്റി ഇതൊക്കെ കറി വെച്ച് കഴിക്കണം എന്നാണ് ആചാരം. ഞാൻ എൻ്റെ മോളും കൂടെയാണ് ഇന്നത്തെ കണി മാറ്റുന്നത്. ഇച്ചുവിന് പനിയായ കാരണം വാശിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണ കാരണങ്ങൾ ഒതുങ്ങി നിൽക്കും. പിന്നെ രാവിലത്തെ സദ്യയുടെ ശേഷമുള്ള കറികളൊക്കെ ചൂടാക്കണം അടുത്ത പരിപാടി. അപ്പോൾ അത് അടുത്ത് കത്തിച്ച് എല്ലാ കറികളൊക്കെ ഒന്ന് ചൂടാക്കി. അങ്ങനെ നോക്കിയപ്പോൾ പിള്ളേർ ഭയങ്കര ബോൾ കളിയാണ്. ഇനി ഞങ്ങൾക്ക് ഇന്നലത്തെ പടക്കത്തിൻ്റെ ബാക്കിയുടെ പൊട്ടിക്കേണ്ട, അത് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം.